അങ്ങനെ പാലക്കാട് നെന്മാറയുടെ മണ്ണിൽ നമ്മളെ ഒത്തിരി സ്നേഹത്തോടെ വരവേറ്റതിൻ്റെ കുറേ നല്ല നിമിഷങ്ങളാണ് കേട്ടോ എനിക്കിവിടെ കാണിക്കാൻ കഴിയുന്നത്. പിന്നെ അതിലേറെ സന്തോഷം ഓരോ കുട്ടികളുടെ മുഖത്ത് എനിക്ക് കാണാനും കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഉണ്ടല്ലോ, എല്ലാവരോടും വളരെ സന്തോഷമുള്ളൊരു കാര്യം അറിയിക്കാൻ കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ രണ്ടാമതൊരു കടയും കൂടി നമ്മൾ ഓപ്പൺ ചെയ്യാണ് പാലക്കാട് മണ്ണിൽ നെന്മാറയിലാട്ടാ. അപ്പോൾ അതായത് നമ്മൾ അടുത്തൊരു കട തുടങ്ങിയാലും ഐസ് പോട്ട് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും തുടങ്ങുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വട്ടത്തെ കട ഉദ്ഘാടനത്തിന് ആരും ക്ഷണിച്ചിട്ടില്ല. ഒന്നാമത് ഒരു അടുത്ത ദിവസമാണ്, പിന്നെ എക്സാം ടൈമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെക്കേഷന് മുന്നായിട്ട് തന്നെ കട ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കടയുടെ തൊട്ട് ഒരു സ്കൂളുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം ആകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ കട അങ്ങനെ ഒരെണ്ണം പുതിയത് വന്നറിയുമല്ലോ, അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ താഴെയുള്ള മകനായാലും നമ്മുടെ ഈ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ നെന്മാറയിലേക്ക് പോകുമ്പോഴുള്ള യാത്ര, അതായത് പ്രകൃതി ഭംഗി ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് അവിടേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമ്മുടെ കൺമണിക്കുട്ടി എല്ലാവരും ഒരു കാര്യം പറയും കേട്ടോ. കൺമണിക്കുട്ടി ഓടുക. അപ്പം ഇനി നമ്മുടെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അപ്പം അമ്മയും കൺമണിയും ഷായേട്ടനും ഞങ്ങൾ 4 പേരാണ് ഇപ്പൊ പോണത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇതാ ഷായേട്ടനാണ് ഡ്രൈവ് ചെയ്യണേ. പിന്നെ ഇതാ കൺമണിക്കുട്ടിക്ക് എന്താ പറയാളേടാ, ഇഷ്ടാണ്. കാരണം കൺമണിക്കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയ്ക്ക് ഞങ്ങളുടെക്കാളും മുന്നിൽ പോയിട്ടുണ്ട്. അതാണ് അവര് ഫസ്റ്റ് എത്തിയില്ലാവെന്ന് പറയണേ. എനിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ NH കൂടെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാട്ടാ. കാരണം എന്താണെങ്കിൽ വലിയ വണ്ടികളുടെ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. എന്താ പറയുക, നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. അത്രയും നമ്മൾ എന്താ പറയുക, പ്രകൃതിയെ മാത്രം കണ്ടുകൊണ്ട് രസിച്ചിട്ടുള്ളൊരു യാത്രയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റൂട്ട് എപ്പോഴും യാത്ര ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വഴിക്ക് എൻ്റെ അനിയനെ കൂടി കയറ്റിയിട്ടാണ് നമ്മൾ നെന്മാറയ്ക്ക് പോണത്. അപ്പോൾ എൻ്റെ അനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൻകുട്ടിയുടെ അച്ഛൻ. അപ്പോൾ കണ്ണൻകുട്ടിയുടെ അച്ഛനും അതേപോലെ തന്നെ കണ്ണൻകുട്ടിയുടെ അനിയനും ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ. അപ്പോൾ ഇതാ വരുന്ന കേട്ടോ എൻ്റെ അനിയനും അതേപോലെ കണ്ണൻകുട്ടിയുടെ അനിയനൊക്കെയും. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണൻകുട്ടിയുടെ അനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കടയും കണ്ടിട്ടില്ല. അതിന് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നിപ്പോൾ വരാനായിട്ട്. ചേട്ടനോട് എന്ത് പണ്ട് പോന്നേ? ചാച്ചാന്ന് പറഞ്ഞു പോന്നു അല്ലേ? സാരില്ല, അമ്മായി ഒരു ദിവസം കണ്ണൻകുട്ടീനെ കൊണ്ടുവരും അല്ലേ? കൺമണി കൂട്ടായില്ലേ ഇനിയിപ്പോ? അച്ചു കൺമണിക്കുട്ടി നോക്കി അറ്റത്തേക്ക് കണ്ടാ കാണുന്നത് നോക്കി മലയാട്ടാ. നമ്മളിപ്പോ ഈ കാണുന്ന ഈ പാലല്ലേ, ഈ റോഡിന് മീതോടെ പോണ പാലം, ബീച്ചിന്ന് പോണ വെള്ളം പോണ ഒരു കനാലാണിത്. എന്തൊരു ഭംഗിയിലല്ലേ? എന്താ പറയാ, ഇറിഗേഷന്റെ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയില്ല അത് അങ്ങനെ ഒരു വെള്ളം പോണ ഒരു പാലം. തുരങ്കം കുതിരാൻ തുരങ്കം എത്തുന്നതിന് മുൻപ് നോക്കിയ ഉണ്ണികള് നോക്കിയടാ, പുറത്തേക്ക് നല്ല ഭംഗിയുള്ള മല കണ്ടാ. മഞ്ഞുള്ള കാരണല്ലേ, എന്ത് രസം നോക്കിയേ. നമ്മളിപ്പോ മലയുടെ അടുത്ത് പോയി മുട്ടുന്ന പോലെ തോന്നുന്നു നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, ഈ മലര ഉള്ളി കൂടെ നമ്മൾ കടന്നു പോവാ. തുരങ്കത്തറയപ്പോ അച്ചുട്ടന് ആദ്യമായിട്ടല്ലേ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ പോണ? വന്നിണ്ടാ? അമ്മായി വന്നിട്ടില്ല. അന്ന് കടയിൽ നിന്ന് വരുമ്പോ അല്ലെ, ഫസ്റ്റത്തെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോ രാത്രി. അപ്പൊ അന്ന് ഞാനും കണ്ടുട്ടാ. എന്ത് രസാ അത്, നമുക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നേരിട്ട് കാണണം തോന്നുന്നു, അത്ര രസമാണ് ശരിക്കും ഈ റൂട്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കണ്ടിങ്ങനെ ഇവിടെ ഒക്കെ കണ്ട ആകെ നമുക്ക് ചുറ്റും മലയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ. അപ്പതാ നമ്മള് തുരങ്കട്ടാ. നമ്മള് തുരങ്കല്ല, പെട്ടെന്ന് പറഞ്ഞു പോയതാ. എന്ത് രസാ ശരിക്കും തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പല്ലേ. നമ്മുടെ മുന്നിലൊരു ബസ് ഉണ്ട്, അല്ലെങ്കിൽ ശരിക്കും അറ്റം ഫുള്ള് കിട്ടിയത്. ലോറി ഉണ്ട് അല്ലേ? പുറത്തേക്ക് പോകും അച്ചു. ആ വെള്ളയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോവാന്ന് അച്ഛനറിയില്ല. അച്ചു എന്റെ അച്ഛൻ ബന്ധം ഉണ്ടായിട്ടിരിക്കണേ കൺമണിയുടെ കൂടെ പറയാ, സംസാരിക്ക്.
ഇരിക്കുക വെയിലിന്റെ ഇതുകൊണ്ട്. വീണ്ടും ആ മലകളുടെ ഭംഗി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുണ്ടാവും. നോക്കിയ സൈഡിൽ നോക്കിയ കൺമണി പൂക്കള് അച്ചു നോക്കി പൂവുണ്ടായി നിക്കണേ. മഞ്ഞ കോളാമ്പി നല്ല ഭംഗിയുണ്ട്. കണ്ട എന്ത് രസമെന്നറിയോ, നിറച്ച് പൂവാട്ടാ. എല്ലാ ചെടിയും കടന്നു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റിയൊരു ഇതായിരുന്നു. ആ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി തോന്നി. നമ്മള് ഇപ്പൊ ആലത്തൂരെത്തി. ആലത്തൂര് കൂടി നമ്മള് നെന്മാറയ്ക്ക് പോണതേ. ആലത്തൂര് ഇവിടുന്ന് ലെഫ്റ്റ് തിരിച്ചു പോയി ടൗണിലേക്ക് തിരിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ നമ്മുടെ പഴയ കട. നമ്മളിപ്പോ നമ്മുടെ സിഗ്നല് കിട്ടിയ കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിക്കണേ. ഇനി റൈറ്റ് തിരിഞ്ഞൊരു 8 കിലോമീറ്റർ നെന്മാറ. അപ്പൊ സിഗ്നല് നിന്ന് നമ്മളിതാ പോയി തുടങ്ങി. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗട്ടാ, ഈ വഴിയാണ് നീ എന്താ പറയുക നീല ബസ് എടുക്കണില്ലേ, ആ വഴിയാണ് നമ്മുടെ ആലത്തൂരത്തെ കട കേട്ടാ. നമ്മള് പക്ഷെ ഇങ്ങോട്ട് ഈ ഓപ്പോസിറ്റ് ഇങ്ങോട്ടാണ് ഇപ്പൊ തിരിഞ്ഞിട്ട് നെന്മാറയ്ക്ക് പോണേ. പഞ്ചായത്തിന്റെ മുമ്പിലൂടെ, ആലത്തൂര് പഞ്ചായത്തിന്റെ മുമ്പിലൂടെ ഇതിലെ വരുന്നതിന്റെ കാരണമുണ്ട്. പിന്നെ നമ്മള് വടക്കഞ്ചേരിന്ന് നെന്മാറയ്ക്ക് പോണേലും പെട്ടെന്ന് എത്താ. ഇതെന്ന് വെച്ചാ ആലത്തൂര് വരെ വേഗം എത്താം ഹൈവേ കൂടെ വരുന്ന കാരണം. പിന്നെ ഇതും തിരക്കില്ലാത്ത വഴിയാ, നല്ല വഴിയാ. നമ്മള് നെന്മാറയ്ക്ക് പോണ ഒരു വഴിയായിട്ട് നമ്മുടെ ഈ പാടം മല ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മള് സ്ഥലം എത്താറായി. അപ്പൊ നമ്മുടെ നെന്മാറ എത്തി. ഞാൻ കണ്ടിട്ടില്ല കട എവിടെയാന്ന്. ഞാൻ എല്ലാവരെ പോലെ ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. നമ്മുടെ കാറ്, ബ്ലൂ കാറ്, കൺമണിയുടെ അമ്മ വന്നിട്ടുള്ള കാറ് കണ്ടുവിട്ട ഇതാ. കൺമണി അത് പറയണേ. അപ്പൊ ഇതേ കണ്ട ഈ സ്പോട്ട് എന്ന് എഴുതിയിട്ട് ഒരു പിങ്ക് കളറില് ചെറുതായിട്ട് ഞാനത് വിൽക്കുന്നേന. ഇതാണ് നമ്മുടെ കടാട്ട കടയുടെ എന്റെ സ്പോട്ട്. സ്കൂൾ കുട്ടികളുടെ ലാസ്റ്റ് എക്സാം കഴിയുന്ന ദിവസമാണ് നമ്മുടെ ഉദ്ഘാടനം വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓപ്പണിംഗ് ടൈമിൽ അവർ കുട്ടികളുടെ തിരക്കാണ് നമുക്ക് കൂടുതൽ അനുഭവപ്പെട്ടത് തന്നെ കേട്ടോ. കാരണം കുറച്ച് ബുദ്ധിമുട്ട് വേണ്ടി വന്നു അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ നമ്മളൊപ്പം സഹകരിച്ച് നിന്ന് ടെന്നിയായിട്ട് എല്ലാവരും എന്താ പറയുക മേടിച്ചേക്കും പോയിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലികൾക്കൊക്കെ ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ കടയും ആലത്തൂരത്തെ കട പോലെ തന്നെയാണ് ഈ കടയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ചൂട് കൂടുതലുള്ള കാരണം AC-യും അതേപോലെ തന്നെ എപ്പോഴും ഒരു മ്യൂസിക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. അപ്പോൾ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ നല്ലൊരു റിലാക്സ് കിട്ടും അവിടെ നിന്ന് കഴിച്ചിറങ്ങുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എഴുതി ഒട്ടിക്കാവുന്ന അതും നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവരെ എന്താ പറയുക കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫീഡ്ബാക്ക് അവിടെ എഴുതി ഒട്ടിക്കണം തന്നെയായിരുന്നു അവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക ഫാമിലികളും ഒക്കെ വന്ന് അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ ദിവസം. അവിടെ ഒരു ബാവോട് ചോദിക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് ബാവയെ കഴിക്കുന്നത്? സൂപ്പറാണ്. ഏതാ ഓറിയാണോ കഴിക്കണേ? ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇവിടെ നമ്മുടെ ഒരു മോൻ ഇരിക്കുന്നുണ്ട്. മോൻ പറഞ്ഞേ അടിപൊളിയാണ്. ഏതാ മേടിച്ചു നോക്കണേ? ഓറിയോ. മോൾ ഏതാ മേടിച്ചോണേ? ഓറിയോ. എല്ലാവരും ഓറിയാണല്ലേ. ഇവിടെ ഒരു ചക്കര കുട്ടിയുണ്ട് കേട്ടാ. വാവ എന്താ കഴിക്കണേ? എന്താ കഴിക്കണേ വാവേ? ഓറിയോ. രസമുണ്ടടാ വാവേ? ഇഷ്ടായി പോന്നെ? ഇഷ്ടായിയാ? ആ ഓക്കെ, താങ്ക് യു വാവേ. അപ്പൊ മോള് ഓക്കെ ട്ടാ ഭാവി. ഓക്കെ, താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട്?
നല്ല ഒരു ആംബിയൻസ് നല്ലതാണ്. അപ്പം നോക്കിയാൽ കുഞ്ഞു പാവകളാണ് ശരിക്കും ഇത് ആസ്വദിച്ച് കഴിക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെനു കാർഡ് നമ്മളെ എല്ലാ ഫ്ലേവറുകളും അതേപോലെ തന്നെ ഓരോന്നിൻ്റെ റൈറ്റും ഒക്കെ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് നോക്കി മേടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ സ്റ്റിക്ക് മോഡലാണ് ഈ ഐസ് പോട്ട്, ഒരിക്കലും ക്രീം ഐറ്റംസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം മേടിച്ചാൽ തന്നെ നമുക്ക് ആസ്വദിച്ച് കുറച്ച് സമയം എടുത്ത് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ കടയുടെ ഫ്രണ്ട് വശായിട്ടത്. അപ്പോൾ ഐസ് പോട്ട് എന്നുള്ള പേരിലാണ് നമ്മുടെ കട അറിയപ്പെടുക, കാരണം അത് ബ്രാൻഡായ കാരണം. അപ്പോൾ നമുക്ക് കടയുടെ ഉൾവശത്തേക്ക് ഒന്ന് കാണാം കേട്ടോ. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നമ്മളെന്ത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാമിലികൾക്ക് നന്നായിട്ട് ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിലായിട്ട് നമ്മുടെ കട കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരുവിധം നല്ല സൗകര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ AC അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കൾക്കായാലും അവർക്ക് എന്താ പറയുക നടന്ന് അത്യാവശ്യം റിലാക്സ് ചെയ്യാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെന്മാറത്ത് നമ്മുടെ ഈ കട നിൽക്കുന്നത് എവിടെയാണെങ്കിൽ നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കട നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ മുന്നേ ആലത്തൂരും നമ്മൾ ഐസ്പോർട്ടിൽ ഒരു കട തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഈ കടയിലുള്ളത്. അതായത് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് നമ്മള് ഐസ്പോർട്ട് കഴിച്ചിരുന്നല്ലോ, അത് തന്നെയാണ് നമ്മുടെ ഈ കടയിലുള്ളത്. പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്രാൻഡാണ്. ഇപ്പൊ നമ്മൾ കഴിക്കണ അതിനിപ്പോ ഓറിയോ, ജാക്ക് ഫ്രൂട്ട്, അതേപോലെ തന്നെ പാലട, പിന്നെ എന്താ പറയാ കിറ്റ്കാറ്റ്, അങ്ങനെ ഒത്തിരി ഫ്ലേവറുകളുണ്ട് നമ്മുടെ ഈ ഐസ്പോർട്ടിന്. പക്ഷെ ഈ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒറിജിനാലിറ്റിയാണ്. ഇപ്പൊ ഒരു ഓറിയോയുടെ ഒരു ഐസ്പോർട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഓറിയോ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലാണ് നമ്മളിത് കഴിക്കുക. ഇപ്പൊ പാലട കഴിക്കായാലും അതന്നെ നമ്മൾ പാലട കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നമ്മൾ ഇതിന് കിട്ടിയിരിക്കട്ടെ. അങ്ങനെ തന്നെയാണ് എല്ലാ എന്താ പറയാ നമ്മുടെ ഐസ്പോർട്ടുകൾക്ക് ഉള്ളത്. അപ്പൊ അതായത് ഗുലാബ് ജാം എന്നൊക്കെ പറയലോ, അപ്പൊ അതും അങ്ങനെ ഒത്തിരി ഉണ്ട്. ഞാൻ നമ്മുടെ മെനു കാർഡ് കാട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ കാണിച്ചു തരുന്ന എല്ലാതും അതേപോലെ തന്നെ എന്താ പറയാ ശരിക്കും നമ്മൾ എന്താണോ കഴിക്കണേ അതേ തനി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എന്താ ഇനിയിപ്പോ ഞാൻ നമ്മുടെ യൂണിക് ഫാമിലിയിലത്തെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാലടയുടെ കാണിച്ചു തരാം. അത് എടുക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു പാലട എടുത്തിട്ടുണ്ട്. അപ്പൊ പാലട നമുക്ക് എന്തായാലും അറിയാലോ, എല്ലാവർക്കും പാലട ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പാലട തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ടാ. ഭയങ്കര ടേസ്റ്റ് ആണ്. നമുക്ക് എന്താ പറയാ കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ തോന്നില്ല, തന്നെ അറിയാണ്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നും. ഇത് നമുക്കിങ്ങനെ കഴിച്ചൊക്കെ കഴിക്കാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. സെയിം അതേ പാലട കഴിക്കണ പോലെ തന്നെയാണ് നമുക്ക് പറ്റും. എനിക്ക് അറിയില്ല ഇങ്ങനെ പറയാന്ന്, ശരിക്കും മേടിച്ച് കഴിച്ചിരിക്കണം. പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ കടയുടെ അവിടെ ഒരു 30 കിലോമീറ്റർ ഉള്ള നെല്ലിയാമ്പതിക്കൊക്കെ പോവാണെങ്കിൽ. അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കൂടുതലും നെന്മാറ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് നെല്ലിയാമ്പതിക്കൊക്കെ പോവാ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഫാമിലിയില് പുതിയതായിട്ട് വരാൻ പോണവരും ഒക്കെ ഉള്ളവരായാലും എല്ലാവരും വരിക, നമ്മുടെ കടയിലേക്ക് വരിക. അപ്പൊ എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ്. എപ്പോഴായാലും നമ്മുടെ കടയില് എല്ലാവരും കയറണം കേട്ടോ. എങ്ങനെയുണ്ട് ഭാവി? ടേസ്റ്റ് ഉണ്ടടാ? പറ ആന്റിയോട് പറ. ഓ താങ്ക് യുടാ. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയും അച്ചും അവരിതാ കുറച്ച് സമയം ഇപ്പുറത്ത് കളിക്കും. അത് കഴിയുമ്പോൾ അതേ അപ്പുറത്ത് വന്നിരുന്ന് ഐസ് പുട്ട് എടുത്ത് വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഫാമിലികൾക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ വന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ കുട്ടികളെന്നോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ ഉള്ളൊരു വ്യത്യാസമില്ല. എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഐസ് പുട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നോക്കാട്ടാ. അപ്പൊ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് 8:30 ഇറങ്ങി പ്രവാസമായിട്ടാ 3:30 ഞങ്ങളിവിടെ ഇങ്ങനെ നിന്നു. കുറച്ച് നേരേക്ക് ഇവിടുന്ന് വീട്ടിലെത്തുമ്പോൾ ടൈമൊക്കെ ആവും. ഉള്ളികൾക്കാണെങ്കിൽ ഒരു ക്ഷീണം
ഇടയ്ക്കിടയ്ക്ക് ഫുഡ് എടുത്ത് കഴിക്കുകയൊക്കെ ആയിട്ട് അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ അമ്മകളെ? സന്തോഷം രണ്ടാണോ കിട്ടും. അപ്പൊ എനിക്കാണ് നമ്മുടെ കുട്ടിയുടെ പുതിയൊരു കടയുടെ വിശേഷങ്ങള്. അപ്പൊ ആരുടെ കടയുടെ വിശേഷങ്ങൾ നമ്മളോട് എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ കച്ചവടത്തിൽ നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നെന്മാറ ഒരു കട കൂടി ഇട്ടത് കേട്ടോ. അപ്പൊ ഇതും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം. ആലിമോനും എന്റെ മക്കൾക്കൊക്കെ ഉണ്ടാവണം കേട്ടോ. വേറെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ഒന്ന് നമ്മുടെ കടയിൽ നിന്ന് കാണാം. അതന്നെ അതൊരു പ്രത്യേകം. അപ്പൊ എല്ലാവരും നമ്മുടെ കടയിലേക്ക് വരുന്നുണ്ടാ. നെന്മാറ ഇപ്പൊ അടുത്തുള്ള ഉണ്ടെങ്കിൽ അവരെല്ലാവരും വരിക. ഈ വഴിക്ക് പോവാണെങ്കിൽ അങ്ങനെ വരിക. അതേപോലെ ആദ്യത്തെ കടയിലേക്ക് വരിക. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവനാൻ പോവാണ്. അമ്മയ്ക്കൊക്കെ ആയാലും കുറെ നേരം ഇരുന്നിട്ട് അങ്ങനെ ക്ഷീണമൊന്നും തോന്നിയില്ല. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ അമ്മേനെ എപ്പോഴും ആരെങ്കിലും എല്ലാവരും ചോദിക്കാറുണ്ട് ഏതാണ് കൺമണിക്കുട്ടിയുടെ അമ്മ. അതേപോലെ ചായന്റെ പെങ്ങളിട്ടാ. പിന്നെ അമ്മേനെ മുന്നിൽ പരിചയപ്പെടുത്തിയല്ലോ. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടിയുടെ അനിയൻ അച്ഛൻ നമ്മുടെ കൺമണി എല്ലാവരും അറിയാലോ. പിന്നെ ഒരു കാര്യട്ടാണ് നമ്മുടെ കണ്ണൻ നമ്മുടെ എന്താ പറയാ അവിടെ നിക്കണ കാരനെ അവൻ മെയിനായിട്ട് നമ്മുടെ കടയിൽ എപ്പോഴും ഉണ്ടാവുംട്ടാ. അപ്പൊ കൺമണിക്കുട്ടിയുടെ മാമൻ അതായത് ചായന്റെ പെങ്ങളോ. അപ്പൊ കണ്ണൻ ഞാൻ അറിഞ്ഞിട്ടെ കൺമണി